എല്ലാവർക്കും ആത്മീയം ജഗന്നാഥനിലൂടെ എന്ന ചാനലിലേക്ക് സ്വാഗതം. അമ്മേ നമസ്കാരം. നമസ്കാരം. ആത്മീയ വളർച്ചയുടെ താക്കോൽ എന്താണ്? ആത്മീയ യാത്ര ഒരു മനോഹരമായ യാത്ര തന്നെയാണ്. ഒരിക്കലും അതിൽ വന്നാൽ പിന്നെ നമുക്ക് തിരിച്ചു പോകാൻ തോന്നില്ല. അതിന്റെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ആത്മബോധം, നമ്മുടെ ചിന്തകൾ, പ്രവൃത്തികൾ എന്നിവ മനസ്സിലാക്കൽ, നമ്മുടെ ഉള്ളിലെ ദിവ്യത്വം തിരിച്ചറിയൽ, പിന്നെ ഭക്തി, ദൈവചൈതന്യത്തോടുള്ള സ്നേഹവും വിശ്വസ്തയും വളർത്തിയെടുക്കൽ, നമ്മുടെ ഹൃദയത്തെ മനസ്സിലാക്കാൻ കഴിയുക, പിന്നെ ഗുരുക്കന്മാരിൽ നിന്നും ഗ്രന്ഥങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ശേഖരിക്കുക, പിന്നെ ആന്തരിക ശബ്ദത്തിൽ നിന്നും ജ്ഞാനം നേടൽ. ഈ ഈ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ താക്കോലുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ആത്മീയമായ പരിണാമം അൺലോക്ക് ചെയ്യാൻ സഹായിക്കുന്നു. ശരി അമ്മേ. നമുക്ക് എങ്ങനെ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയും? നിഷേധാത്മകതയെ മോചിപ്പിക്കുക, അതായത് നമ്മുടെ കോപം, വെറുപ്പ്, നീരസം എന്നിവയുടെ ഭാരങ്ങളിൽ നിന്നും സ്വന്തം ആത്മാവിനെ മോചിപ്പിക്കാൻ ക്ഷമ നല്ലൊരു ഉപാധി തന്നെയാണ്. പിന്നെ സമാധാനം നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും ശാന്തമാക്കും. ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കാൻ കഴിയും. നമുക്ക് മറ്റുള്ളവരുള്ള വെറുപ്പും നീരസവും ഒക്കെ അവരെയല്ല ബാധിക്കുക, ശരിക്കും നമ്മുടെ മനസ്സിന്റെ തന്നെയാണ് ഇതെല്ലാം കൂട്ടുന്നതെന്നറിയാലോ. അപ്പോൾ ക്ഷമ നൽകാൻ പഠിച്ചാൽ നമ്മൾ തന്നെയാണ് ശരിക്കും അതിൽ നിന്നും രക്ഷ നേടുന്നത്. അതോടുകൂടി നമ്മുടെ സമാധാനം തിരിച്ചു കിട്ടാൻ കാരണമാകുന്നത്. ധ്യാനത്തിന്റെ ശക്തി എന്താണ്? ധ്യാനം അതൊരു പുണ്യകരമായ ആചാരം തന്നെയാണ്. മനസ്സിനെ ശാന്തമാക്കുന്നു, സമാധാനം നൽകുകയും ചെയ്യുന്നു. നമ്മുടെ ദിവ്യ സ്വഭാവം കണ്ടെത്താൻ ധ്യാനം നല്ലൊരു കാരണമാണ്. പിന്നെ ആത്മാവിനെ ശക്തിപ്പെടുത്താനും പ്രപഞ്ചബോധവുമായി താതാത്മ്യം പ്രാപിക്കാൻ ഏറ്റവും നല്ലത് ധ്യാനം തന്നെയാണ്. കഴിയുന്നതും ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ നമ്മൾ ധ്യാനം ചെയ്യാൻ ശീലിക്കുക. പിന്നെ ദൈവവുമായിട്ടുള്ള ഒരു ചർച്ചാവേദിയായിക്കൊണ്ട് നമുക്ക് ധ്യാനത്തെ കൊണ്ടുപോകാൻ പറ്റും. ഏതാണ് അവരവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ആ ഒരു മാർഗം നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അടുത്തൊരു ചോദ്യം, ജീവിത വെല്ലുവിളികളെ എങ്ങനെ നേരിടാം? ദൈവവിശ്വാസം വേണം. ഭഗവാന്റെ പദ്ധതികളെയും സമയത്തെയും വിശ്വസിക്കുക ആദ്യം തന്നെ. പിന്നെ ഭഗവത് പ്രാർത്ഥന ചെയ്യുക. ഭഗവാന്റെ സ്നേഹവും രക്ഷണവും നമ്മളിൽ എപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കുക. കൂടുതൽ വെല്ലുവിളികൾ ജീവിതത്തിൽ വരുന്നത് നമ്മൾ കൂടുതൽ ശക്തി ആർജിക്കാൻ വേണ്ടിയാണെന്ന് അറിയുക. പിന്നെ പല കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ചൊരു കർമ്മഫലവും കൂടി നമ്മൾ അനുഭവിക്കുന്ന അത് നമ്മുടെ കർമ്മം തീർക്കൽ കൂടിയാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന് അത്ര വലിയ വിഷമമില്ലാതെ നമുക്കത് മറികടക്കാൻ കഴിയുന്നതാണ്. അടുത്ത ചോദ്യം, നന്ദിയുടെ ആവശ്യം എന്താണ്? നന്ദി ഒരു നല്ല കാര്യമാണ്. അതിപ്പോ ഈ കലിയുഗത്തിൽ അത് ഒരുപാട് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് സഹായിച്ചവരെ നാളെ കണ്ടാൽ നമ്മൾ മുഖം തിരിച്ച് നടക്കുന്ന ഒരു പ്രവണതയിൽ എത്തിയിട്ടുണ്ട് ഈ കാലം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവറ്റിനോടും നന്ദി പ്രവർത്തിക്കേണ്ടതാണ്. ഈ ജന്മത്തെ തന്ന ഭഗവാനോടും ജന്മത്തെ തന്ന അച്ഛനമ്മമാരോടും നമ്മളെ വളരാനും വലുതാവാനും പഠിപ്പിക്കാനും ഒക്കെ സഹായിച്ച മറ്റുള്ളവരെ എല്ലാവരെയും നമ്മൾ നന്ദിയോടെ തന്നെ ഓർക്കേണ്ടതാണ്. ഇതെല്ലാം സഹായിച്ചവർ ഇതെല്ലാം നൽകിയ ദൈവത്തോട് എപ്പോഴും നമുക്ക് നന്ദി ഉണ്ടാവുക തന്നെ വേണം. ഈ നന്ദിയാണ് നമുക്ക് ഐശ്വര്യത്തെ ലഭിക്കാൻ കാരണമാക്കുന്നത്. ആത്മാവിനെ ശക്തിപ്പെടുത്താനും ഇത് കഴിയും. കൂടാതെ നമുക്ക് തന്നെ നമ്മളെ പറ്റി നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് സന്തോഷവും വരും. നമുക്ക് സ്വയം തന്നെ ഒരു മതിപ്പും നമ്മളെ പറ്റി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാത്തിനോടും നന്ദി ഉണ്ടാകാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അടുത്ത ചോദ്യം, യോഗയിൽ പ്രാവീണ്യമുള്ള അമ്മയ്ക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ടിപ്സ് പറഞ്ഞു തരാമോ? ദേഷ്യം അതൊരു ആഗോള പ്രശ്നം തന്നെയാണല്ലോ. ദേഷ്യം വരുമ്പോൾ നമ്മൾ സ്വയം ഒരു സെക്കൻഡ് ഓർമ്മിക്കുക, ദേഷ്യം കൂടാതെ സൂക്ഷിക്കണം, അനന്തരഫലം നല്ലതാവില്ലെന്ന്. പിന്നെ യോഗയിൽ ഇതിനൊക്കെ മാർഗങ്ങളുണ്ട്. ദിവസവും യോഗ, പ്രാണായാമമൊക്കെ ചെയ്താൽ മനസ്സിൻ്റെ എടുത്തുചാട്ടം കുറയ്ക്കാൻ കഴിയും. നമ്മൾ സാവധാനത്തോടെ ഏതൊരു കാര്യത്തെയും കണ്ടാലും എടുത്താലും പെട്ടെന്ന് ദേഷ്യം വരാതെ സാധിക്കും. ദിവസവും പ്രാണായാമം, ധ്യാനമൊക്കെ ചെയ്യുക. നമ്മളിൽ നല്ലൊരു മാറ്റം പതുക്കെ കാണാൻ തുടങ്ങും. അടുത്ത ചോദ്യം, ശ്രദ്ധയും ചിന്തകളും എങ്ങനെ ബന്ധപ്പെടുത്താം?
ശ്രദ്ധയും ചിന്തകൾ നല്ലതാണ്. ഒരു മനുഷ്യൻ പൂർണ്ണനായത് കൊണ്ടാണ് ചിന്തിക്കാൻ കഴിയുന്നത്. പക്ഷേ അധിക ചിന്തകളും ഒരു പ്രശ്നം തന്നെയാണ്. പ്രത്യേകിച്ചും പഠിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ചിന്തകൾ പ്രശ്നക്കാരാവാറുണ്ട്. എനിക്ക് മുമ്പ് തുടക്കത്തിൽ ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ ദേവിയുടെ ഓരോ പേര് ചൊല്ലുമ്പോഴും കൂടെ പഠിച്ച ആ പേരുകളുടെ സഹപാഠികളും അവരുടെ രൂപവും ഒക്കെ കയറി വരുമായിരുന്നു. പിന്നെ പതുക്കെ അതെല്ലാം മാറി ദേവിയെ തന്നെ ഓർമ്മ വരാൻ തുടങ്ങി. അഭ്യാസം കൊണ്ട് സാധിക്കാത്തതായി ഒന്നുമില്ലെന്ന് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞില്ലേ? നിർത്താതെ തുടർന്നു പോവാൻ തുടങ്ങിയാൽ മനസ്സിന്റെ ഈ മായക്കളികളൊക്കെ നിന്നുകൊള്ളും. പിന്നീട് എല്ലാത്തിലും നമുക്ക് ശ്രദ്ധ വരും. ശരി അമ്മേ, ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.